ചോദ്യങ്ങളും വിദ്യാർത്ഥികളും. നാം എപ്പോഴും കുട്ടികളെ ചോദ്യങ്ങൾ ചോദിക്കുവാൻ പഠിപ്പിക്കണം. കാരണം ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ അതിന്റെ ഉത്തരത്തെ സ്വീകരിക്കാനുള്ള ഒരു ഫയൽ അവരുടെ മനസ്സിൽ തുറക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് അവർക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരം ലഭിച്ചില്ലെങ്കിലും അതിന്റെ ഉത്തരത്തിനായുള്ള ഒരു ഭാഗം അവരുടെ മനസ്സിൽ എപ്പോഴും ഒഴിഞ്ഞുകിടക്കും. എന്റെ കുട്ടി മറ്റു കുട്ടികളെ പോലെ ആകണമെന്ന് നാം ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. മറിച്ച് എന്റെ കുട്ടി മറ്റു കുട്ടികളിൽ നിന്നും വ്യത്യസ്തനാകണമെന്ന് നാം എപ്പോഴും ചിന്തിക്കണം. പാഠപുസ്തകത്തിൽ നിന്നുള്ള പാഠങ്ങളെല്ലാം പഠിച്ച് എല്ലാ വിഷയത്തിനും A+ കിട്ടിയത് കൊണ്ട് എല്ലാം ആയി എന്ന് ചിന്തിക്കുന്നവർക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ഒരു കുട്ടിക്ക് ലഭിക്കാൻ കഴിയുന്നതിന്റെ 100% അറിവിൽ വെറും 1% മാത്രമാണ് പാഠപുസ്തകങ്ങളിലുള്ളത്. ആ പാഠപുസ്തകങ്ങൾ അറിവിലേക്കുള്ള വെറും ഒരു കവാടം മാത്രമാണ്. എല്ലാ വിഷയത്തിലും A+ കിട്ടിയത് കൊണ്ടും ഒരു നല്ല ജോലി കിട്ടിയത് കൊണ്ടും നാം കുട്ടികളെ തളച്ചിടരുത്. മറിച്ച് പ്രപഞ്ചത്തോളം ഉയരാൻ നാം അവരെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഒരിക്കലും ഒരു പാവപ്പെട്ട പെൺകുട്ടി, ആ കുട്ടിക്ക് ഹോസ്റ്റലിൽ പഠിക്കാനുള്ള പണമില്ലായിരുന്നു. അതുകൊണ്ട് ആ കുട്ടി ഹോസ്റ്റലിന്റെ ഉദ്യോഗസ്ഥരോട് പോയി പറഞ്ഞു, ഞാൻ ഇവിടുത്തെ അടുക്കളയുടെ ഒരു മൂലയിൽ പായ വിരിച്ച് കിടന്നോട്ടെ, കുറച്ചു കാശ് തരാം. ആ ഉദ്യോഗസ്ഥൻ സമ്മതിച്ചു. അങ്ങനെ അടുക്കളയിലെ പുകയെല്ലാം ശ്വസിച്ച് വളരെ കഷ്ടപ്പെട്ട ആ കുട്ടി പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങി. അങ്ങനെ ഖനികളിൽ നിന്നും ശേഖരിക്കുന്ന പിച്ച് ബ്ലെൻഡുള്ള ചളി ആ കുട്ടി വീട്ടിൽ ശേഖരിക്കുവാൻ തുടങ്ങി. ഇത് കണ്ട അയൽവാസികളും ജനങ്ങളും എല്ലാം ചിന്തിച്ചു, ഈ കുട്ടിക്ക് ഇത് എന്ത് സംഭവിച്ചു? പഠിച്ച് ഭ്രാന്തായതായിക്കാം എന്ന് അവർ ചിന്തിച്ചു. അങ്ങനെ ആ കുട്ടി ആ നാട്ടിലെ ചർച്ചാ വിഷയമായി മാറി. പെട്ടെന്നതാ ഒരു ചൂടുള്ള വാർത്ത, ആ കുട്ടിക്ക് നോബൽ പുരസ്കാരം കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, ആരാണ് ആ കുട്ടി? പൊളോണിയം എന്ന മൂലകത്തെ പിച്ച് ബ്ലെൻഡിൽ നിന്നും വേർതിരിച്ച മേരി ക്യൂരി ആയിരുന്നു ആ വിദ്യാർത്ഥി. പക്ഷേ അവിടെ നിന്നൊന്നും മേരി ക്യൂരി കണ്ടുപിടുത്തങ്ങൾ നിർത്തിയില്ല, ഗവേഷണങ്ങൾ നിർത്തിയില്ല. വീണ്ടും കണ്ടുപിടുത്തങ്ങൾ തുടർന്നു. അങ്ങനെ തന്റെ ഭർത്താവായ പിയറെ ക്യൂരിയോടൊപ്പം റേഡിയം എന്ന മൂലകത്തെയും കണ്ടുപിടിച്ചു. വീണ്ടും നോബൽ പുരസ്കാരം ലഭിച്ചു. നമുക്ക് ഇതിൽ നിന്നെല്ലാം എന്തു മനസ്സിലാക്കാം? ഈ ലോകത്തെ എല്ലാ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതും മറ്റുള്ളവരുടെ ചിന്തകളെ അടിസ്ഥാനമാക്കിയല്ല, അവരവരുടെ സ്വയം ചിന്ത ഉപയോഗിച്ചാണ്. രക്ഷിതാക്കളും അധ്യാപകന്മാരും കൂട്ടുകാരും ഈ അത് കണ്ടുപിടിക്കണം ഇത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുന്നതല്ല അധിക ആളുകളും. അവരുടെ സ്വന്തം ചിന്ത ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതാണ്. ഓരോ വിദ്യാർത്ഥികളുടെയും ചിന്ത വ്യത്യസ്ത തരമാണ്. അതുകൊണ്ട് നാം അവരെ ഒരിക്കലും നീ അവനെ പോലെയാകണം ഇവനെ പോലെയാകണം എന്ന് അവരോട് നാം ഒരിക്കലും പറയാൻ പാടില്ല. അതിലൊരു അർത്ഥവുമില്ല. മറിച്ച് നാം അവരുടെ കഴിവുകളെ മനസ്സിലാക്കി അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്.